നമ്മിൽ പലരും നമ്മുടെയും വീടിൻ്റെയും ഒക്കെ സുരക്ഷയുടെ ഭാഗമായി വീടിന് പുറത്ത് ക്യാമറ സെറ്റ് ചെയ്തവരായിരിക്കും. എന്നാൽ ആരെങ്കിലും വീടിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കൊരു അത്ഭുതം കാണാം. മറ്റൊന്നുമല്ല, എല്ലാ ദിവസവും നേരം വെളുക്കുന്നതിന് മുമ്പേ തന്നെ പാറിപ്പറന്ന മുടിയോടുകൂടിയ ഒരു പെൺരൂപം ബെഡ്റൂമിൽ നിന്ന് അടുക്കളയിലേക്ക് ചീറിപ്പായുന്നത് കാണാം. അവിടെ ചെന്നയുടൻ ആദ്യം തന്നെ അരി കഴുകി അടുപ്പിൽ വെച്ച് വാഷ് ബേസിൻ്റെ സമീപത്ത് വന്ന് പല്ല് തേച്ച് വളരെ പെട്ടെന്ന് ടോയ്ലറ്റിലേക്ക് ഒരു ഓട്ടം, പിന്നെ അതിനേക്കാൾ സ്പീഡിൽ വീണ്ടും അടുക്കളയിലേക്കൊരു തിരിച്ചോട്ടം. അവിടെ വന്ന് അരി തിളച്ചോ എന്ന് നോക്കിയിട്ട് പിന്നെ കറിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അരിയാൻ തുടങ്ങും. പിന്നീട് തേങ്ങ ചുരണ്ടും. എന്നിട്ട് മെല്ലെ ബെഡ്റൂമിൽ ചെന്ന് ഭർത്താവിനെ തട്ടി ഉണർത്തും സുബഹി നിസ്കരിക്കാൻ വേണ്ടി. പിന്നെ മക്കളുടെയും ഭർത്താവിൻ്റെയും ഡ്രസ്സ് ഇസ്തിരി ഇടുന്ന ടൈമായി. അതെടുത്ത് ഭംഗിയായി തേച്ചും മടക്കി വയ്ക്കും. അപ്പോഴേക്കും മക്കളെ വിളിക്കേണ്ട ടൈമായി. മക്കളെ മെല്ലെ തട്ടി വിളിക്കും. അവർ എഴുന്നേറ്റ് വന്ന ഉടൻ പല്ല് തേച്ചു കൊടുക്കേണ്ട ചില മക്കളുണ്ടാവും. അതും കഴിഞ്ഞ് അവരെ കുളിപ്പിച്ച് ഫ്രഷാക്കി നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് മുന്നിൽ കൊണ്ടുവന്ന് വെക്കും. ഭർത്താവും മക്കളും അത് കഴിക്കും. പിന്നെ മക്കളെ ഒരുക്കുന്ന തിരക്കിലായി. അവർക്ക് യൂണിഫോം ഇട്ടുകൊടുത്ത് അവരുടെ പാഠപുസ്തകങ്ങളൊക്കെ കൃത്യമായി ബാഗിൽ അടുക്കി വെച്ച് അവരുടെ കയ്യിൽ പിടിച്ച് ബാഗുമായി ഗേറ്റിന് സമീപത്തേക്ക് എത്തും. വാഹനം കാത്തു നിൽക്കും. കുട്ടികളെ പറഞ്ഞു വിട്ട ഉടൻ വീട്ടിലേക്ക് ഓടി വരും. ഭർത്താവിനെ പറഞ്ഞു വിടണ്ടേ? ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ വസ്ത്രം എടുത്തു കൊടുത്ത് ചാവിയും കണ്ണടയും എടുത്തു കൊടുത്ത് അദ്ദേഹത്തെയും യാത്രയാക്കും. പിന്നെ തിരിച്ചു വന്ന് അല്പം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ കഴിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ചൂലെടുത്തുകൊണ്ടുള്ള ഒരു തേരോട്ടമാണ്. വീടിനകം വൃത്തിയാക്കുന്നു, നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുന്നു, മുറ്റമടിക്കുന്നു. അതുപോലെ അലക്കാനുള്ള ഒരു ലോഡ് വസ്ത്രവുമായി കല്ലിൻ്റെ സമീപത്തേക്ക് പോകുന്നു. അതൊക്കെ വിരിച്ചിടുന്നു. അപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിട്ടുണ്ടാകും. ഉച്ച കഴിഞ്ഞ് വീണ്ടും ഓരോരോ തിരക്കുകളും പണിയും. ഏതാണ്ട് ഒരു 3-3:30 ആകുമ്പോൾ മക്കൾ മടങ്ങി വരും. അവരെ വീണ്ടും കുളിപ്പിക്കും. അവരുടെ ഹോംവർക്കുകൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അവരെ മദ്രസയിലേക്ക് പറഞ്ഞു വിടും. സന്ധ്യയാകുമ്പോൾ ഭർത്താവ് വരും. ഭർത്താവിനെ സ്വീകരിക്കും. എല്ലാവർക്കുമുള്ള ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കും. എന്നിട്ട് പാതിരാത്രി വരെ പാത്രം കഴുകലും തുടയ്ക്കലും ഒക്കെയായി കഴിഞ്ഞുകൂടും. എല്ലാവരും കിടക്കുമ്പോഴും അവൾ അടുക്കളയിൽ തന്നെയായിരിക്കും. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ബെഡ്റൂമിലേക്കൊന്ന് നടുനിവർത്താം എന്ന് കരുതി പോകാൻ ഉദ്ദേശിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഓർത്തത് വാഷിംഗ് മെഷീനിലുള്ള തുണി വിരിച്ചിട്ടില്ല. പിന്നെ വീണ്ടും പോയി അത് വിരിച്ചിടലായി. അപ്പോൾ മണി 12 ആയിട്ടുണ്ടാകും. വീടിനകത്ത് ഒരു ക്യാമറ വെച്ചാൽ ഈ ഒരു തേരോട്ടം എല്ലാ ദിവസവും നമുക്ക് കാണാൻ കഴിയും. ഇതാരുടെ കഥയാണ്? എൻ്റെയും നിങ്ങളുടെയും ഭാര്യമാരുടെ കഥ. പകൽ മുഴുവനും അവർ അധ്വാനിച്ചാലും അവരുടെ മനസ്സിനെ മടുപ്പിക്കുന്ന ഒരു ചോദ്യം നമ്മൾ ചോദിക്കും. എന്താണെന്നറിയോ? നിനക്കിവിടെ എന്താ മലമറിക്കാൻ പാകത്തിന് പണി എന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതം മുഴുവനും ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ. അവരെ ചേർത്ത് പിടിക്കുക.